ഹലോ നമസ്കാരം. ഇന്നലെ കണ്ണൂർ ബസ്സിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിക്കുണ്ടായ അനുഭവമാണ് വീഡിയോ. ഇന്നിപ്പം ആ ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്നലെ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഒരുപാട് പേര് അങ്ങോട്ട് ആഘോഷിക്കണ കണ്ടു. കുറേ ഈ പെണ്ണിന് എതിരായിട്ടും അല്ലെങ്കിൽ അവളെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് പേര് വീഡിയോസൊക്കെ ഇടുന്ന കണ്ടു. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അങ്ങനെ അയാളുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. തിരക്കുള്ള ബസ്സാണ്. പക്ഷേ അങ്ങനെ ഒരു ബിഹേവിയർ അയാളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ആ സമയത്ത് ആ സ്പോട്ടിൽ പ്രതികരിക്കാതെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി എന്തുകൊണ്ട് ആ സമയത്ത് പ്രതികരിച്ചില്ല? അങ്ങനെ അവൾക്ക് ഇറിറ്റേഷൻ തോന്നുമ്പോൾ അവൾ അവിടെ പ്രതികരിക്കല്ലേ വേണ്ടത്? അതിന് പകരം വീഡിയോ എടുത്ത് പിറ്റേന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് സമൂഹത്തിലേക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി ആളെ വിട്ടുകൊടുക്കുന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തായാലും ഒരു ഹിഡൻ അജണ്ട ഉണ്ടല്ലോ. റീച്ച് കൂട്ടുക, അതുതന്നെയാണ് കാരണം. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ആ ഒരു വ്യക്തി മരണപ്പെട്ട ഒരു വാർത്തയാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് പുരുഷന്മാർ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ ഒരു വ്യക്തിനെ അനുകൂലിച്ചുകൊണ്ട് കുറേ വീഡിയോസൊക്കെ ഇറങ്ങുന്നത് കണ്ടു. പക്ഷെ മനുഷ്യന്മാരെങ്ങനെയാണ്, ഒരാളുടെ മരണം കാണുമ്പോഴേ മനുഷ്യന്മാർക്കൊക്കെ പ്രതികരിക്കാൻ കഴിയുള്ളൂ. ഒരിക്കലും ഒരാൾക്ക് നമ്മൾ കാരണം വേദന ഉണ്ടാവാൻ പാടില്ല. അത്രക്ക് മനം നൊന്നിട്ടാവുമല്ലോ ആ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക. എത്രയോ കൊലക്കുറ്റങ്ങളും വലിയ വലിയ കേസുകളൊക്കെ ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും കൂളായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു വ്യക്തിയുടെ അടുത്ത് ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടായി എന്നുള്ളതായിട്ട് തെറ്റാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ആ ഒരു വ്യക്തി അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാവും. മാനസികമായിട്ട് നല്ല ഒരു കുടുംബം ഉണ്ടാവും, കുട്ടികൾ ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും വേണമെങ്കിൽ ആ ഒരു വ്യക്തി. അതുകൊണ്ടായിരിക്കും ആത്മഹത്യയിലേക്ക് പോയത്. പക്ഷേ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. ഇങ്ങനെയുള്ള സ്ത്രീകൾ സമൂഹത്തിൽ കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. നമുക്ക് സ്ത്രീകൾക്കൊരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ പ്രതികരിക്കണം, അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം. അതല്ലേ വേണ്ടത്. അല്ലാതെ അതെടുത്തിട്ട് വീഡിയോ എടുത്ത് റീച്ച് കൂട്ടി ആഘോഷിക്കല്ലല്ലോ വേണ്ടത്. അതുകൊണ്ട് എന്തായി? ഒരാളുടെ ജീവൻ നഷ്ടമായി. ഈ പെൺകുട്ടിക്ക് ജീവിതകാല അവസാനം ആ ഒരു കുടുംബത്തിൻ്റെ ശാപം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ അവരുടെ കണ്ണീരുണ്ടാവില്ലേ? എന്തിനാണ് ഈ തരത്തിലൊക്കെ റീച്ച് കൂട്ടാൻ വേണ്ടി നടക്കുന്നത്? ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പം ആ സ്പോട്ടിൽ പ്രതികരിക്കുക, അല്ലെങ്കിൽ അധികാരികളെ അറിയിക്കുക. അല്ലാതെ ഇത്തരത്തിൽ ഇൻസ്റ്റയിൽ റീച്ച് കൂട്ടാനും പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നടക്കരുത്.